കേരളത്തിൻ്റെ ആത്മീയ ചൈതന്യമായ ശബരിമലയുടെ പവിത്രതയെ പോലും കച്ചവട ചരക്കാക്കിയ സ്വർണ്ണക്കൊള്ളക്കേസ് അധികാരത്തിൻ്റെ തണലിൽ സുരക്ഷിതരാണെന്ന് കരുതിയ വൻമരങ്ങളെ ഇപ്പോഴത്തെ കടപുഴകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഏറെ നാളത്തെ അനിശ്ചിതത്വങ്ങൾക്കും അതുപോലെ നിയമപരമായ ഒളിച്ചുകളികൾക്കെല്ലാം ഒടുവിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാർ ക്രൈംബ്രാഞ്ചിൻ്റെ പിടിയിലായതോടെ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കൊള്ളയുടെ ചുരുളുകൾ ഓരോന്നായി അഴിഞ്ഞു വീഴുകയാണ്. ഭരണകക്ഷിയായ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ അറസ്റ്റ് കേവലം ഒരു ക്രമസമാധാന നടപടി മാത്രമല്ല, മറിച്ച് നിലനിൽപ്പിനായുള്ള രാഷ്ട്രീയപരമായ അനിവാര്യത കൂടിയായി മാറിയിരിക്കുക കൂടിയാണ്. തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് എൻ വിജയകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേസിലെ ഒന്നാം പ്രതിയെന്ന് സംശയിക്കുന്ന ഉണ്ണികൃഷ്ണപുരിയുടെ കൈവശം സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതിൽ വിജയകുമാറിന് നേരിട്ട് അറിയാവുന്നവരുണ്ടായിരുന്നു എന്ന ശാസ്ത്രീയവും മൊഴിപരവുമായ തെളിവുകൾ അന്വേഷണ സംഘം ഇതിനോടകം തന്നെ കണ്ടെത്തി കഴിഞ്ഞു. പത്മകുമാർ പ്രസിഡന്റായിരുന്ന ബോർഡിലെ അംഗമായിരുന്നു വിജയകുമാർ. ഈ കേസിൽ പത്മകുമാറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ബോർഡിലെ മറ്റംഗങ്ങളായ KP ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരിലേക്ക് അന്വേഷണം നീളാത്തതിനെ ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കെ വൻ തോക്കുകളെ എന്തിന് സംരക്ഷിക്കും എന്നുള്ള കോടതിയുടെ ചോദ്യം സർക്കാരിനെയും അതുപോലെ അന്വേഷണ സംഘത്തെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്ന കൂടിയായിരുന്നു. പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം മാസങ്ങൾ പിന്നിട്ടിട്ടും മറ്റു രണ്ടുപേർക്കെതിരെ നടപടി ഉണ്ടാകാത്തത് ഗുരുതരമായ വീഴ്ചയാണെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. ഈ സമ്മർദ്ദത്തിന് പിന്നാലെയാണ് ഇപ്പോൾ വിജയകുമാറിനെ അറസ്റ്റ് നടന്നിരിക്കുന്നത്. താൻ ഒറ്റയ്ക്കല്ല തീരുമാനങ്ങൾ എടുത്തതെന്നും ഭരണസമിതി ആകെ ഇതിൽ പങ്കാളികളാണെന്നും പത്മകുമാറിന്റെ മൊഴി വിജയകുമാറിന്റെയും ശങ്കർദാസിന്റെയും കുരുക്കായി മാറുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇനിയും പ്രതികളെ സംരക്ഷിക്കുന്നത് രാഷ്ട്രീയമായി വലിയ വില നൽകേണ്ടി വരുമെന്നാണ് CPM സംസ്ഥാന സമിതി തിരിച്ചറിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയും ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കിടയിലുണ്ടായ അതിർത്തിയും പാർട്ടിയെ മാറി ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്നുണ്ട്. ജനവികാരം സർക്കാരിന് എതിരാണെന്ന ബോധ്യം വന്നതോടെയാണ് വൻ തോക്കുകളെ സംരക്ഷിക്കുന്ന നയം തിരുത്താൻ പാർട്ടി നിർബന്ധമായിരിക്കുന്നത്. അതിനേക്കാളെല്ലാം ഉപരി കേസ് CBIക്ക് വിടാനുള്ള സാധ്യത സർക്കാരിനെ വലിയ തരത്തിൽ ഭയപ്പെടുത്തുന്നുമുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ സമർപ്പിച്ച CBI അന്വേഷണ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ കൂടിയാണ്. കേസ് അന്വേഷിക്കാൻ തയ്യാറാണെന്ന് CBI കോടതിയെ അറിയിച്ചും കഴിഞ്ഞു. CBI രംഗപ്രവേശനം ചെയ്താൽ അന്വേഷണം ദേവസ്വം ബോർഡ് അംഗങ്ങളിൽ മാത്രം ഒതുങ്ങില്ല എന്നും അത് സർക്കാരിലെ ഉന്നതരിലേക്കും പാർട്ടിയുടെ ഉന്നത സമിതികളിലേക്കും വരെ നീങ്ങുമെന്നും CPM നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആരെയും സംരക്ഷിക്കേണ്ടതില്ല എന്ന കടുത്ത നിലപാട് പാർട്ടി കൈക്കൊണ്ടിരിക്കുന്നത്. വൻമരങ്ങൾ വീണാലും പാർട്ടിയുടെയും സർക്കാരിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കുക എന്ന തന്ത്രപരമായ നീക്കമാണ്, അല്ലെങ്കിൽ നീക്കത്തിന്റെ ഭാഗമാണ് ഈ അറസ്റ്റുകളെല്ലാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്, അതായത് SITക്ക് പൂർണ്ണ അധികാരം നൽകിയതും ഈ സാഹചര്യത്തിൽ തന്നെയാണ്. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കടത്തിയ സംഭവത്തിന് പിന്നിൽ കൃത്യമായ പ്ലാനിംഗ് നടന്നിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുമുണ്ട്. സ്വർണം മാറ്റുന്നത് ഭരണസമിതിയുടെ അറിവോടെയാണെന്ന് പത്മകുമാർ മൊഴി നൽകിയതോടെ അന്വേഷണം വിജയകുമാറിലേക്കും അതുപോലെ ശങ്കർദാസിലേക്കും നീങ്ങുകയുമായിരുന്നു. കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷാണ്. അനിവാര്യമായതെല്ലാം ചെയ്യാൻ സർക്കാരിലെ ഉന്നതർ വെങ്കടേഷിന് നിർദ്ദേശവും ഇതിനോടകം തന്നെ നൽകിയിട്ടുമുണ്ട്. അറസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ KP ശങ്കർദാസ് കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുമുണ്ട്. ജാമ്യാപേക്ഷ തള്ളാനാണ് സാധ്യതയും കൂടുതൽ. തള്ളിയാൽ ഉടൻ അറസ്റ്റുമുണ്ടാകും. ഇത് തിരിച്ചറിഞ്ഞ് ഹൈക്കോടതി തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ശങ്കർദാസ് സുപ്രീം കോടതിയും സമീപിച്ചിട്ടുണ്ട്. തൻ്റെ ഭാഗം കേൾക്കാതെയാണ് കോടതി നിരീക്ഷണങ്ങളെല്ലാം നടത്തിയതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും D മണിയും തമ്മിൽ ശബരിമലയിലെ ഉരുപ്പടികളുടെ ഇടപാട് നടന്നതായി ഒരു പ്രവാസി വ്യവസായി നൽകിയ മൊഴി കേസിൽ പുതിയ മാനം കൂടി നൽകുന്നുണ്ട്. ഉരുപ്പടികൾ വിദേശത്തേക്ക് കടത്തിയതായി സംശയമുണ്ടെന്നും വ്യവസായി പറയുന്നുമുണ്ട്. D മണിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകൂടിയാണ് SIT. ശബരിമലയിൽ നിന്ന് പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്നായിരുന്നു പ്രവാസി വ്യവസായി അന്വേഷണ സംഘം നൽകിയ മൊഴിയിലുള്ളത്. ഇത് ശബരിമലയിലെ തന്നെയെന്ന് ഉറപ്പിക്കുകയാണ് അദ്ദേഹവും. തിരുവനന്തപുരത്ത് വെച്ചാണ് ശബരിമലയിൽ നിന്നുള്ള ഉരുപ്പടികളുടെ ഇടപാട് നടന്നത്. ഇടപാടിനായി സംഘം ആദ്യം തന്നെ സമീപിച്ചെങ്കിലും താൻ അതിന് തയ്യാറായില്ലെന്ന് വ്യവസായി വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി, പത്മകുമാർ എന്നിവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ശങ്കർദാസിനെയും വിജയകുമാറിനെയും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയത്. മുതിർന്ന IPS ഉദ്യോഗസ്ഥനായ ഹരിശങ്കറിന്റെ അച്ഛനാണ് ശങ്കർദാസ്. ഈ സാഹചര്യത്തിലാണ് അറസ്റ്റ് വൈകുന്നതെന്ന വിമർശനവും ശക്തമായി തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണത്തിന് ഇപ്പോൾ പച്ചക്കൊടിയും കാണിച്ചിരിക്കുന്നത്. കേരളത്തിലെ വിശ്വാസ സമൂഹത്തെ ഒന്നടങ്കം വേദനിപ്പിച്ച ഈ കൊള്ളയുടെ പിന്നാമ്പുറങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ അധികാരവും അഴിമതിയും എങ്ങനെയെല്ലാം ഇഴചേർന്നിരിക്കുന്നുവെന്ന് വ്യക്തമാവുകയും ചെയ്യും. ശബരിമലയുടെ പുണ്യത്തെ പോലും മാനിക്കാത്ത ഭരണാധികാരികളും അതുപോലെ ഉദ്യോഗസ്ഥരും തങ്ങളുടെ സാമ്പത്തിക ലാഭത്തിനായി ഏത് അറ്റം വരെയും പോകുമെന്ന് ഈ കേസ് തെളിയിക്കുകയും ചെയ്യുന്നു. CBI അന്വേഷണം ആരംഭിച്ചാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. നിലവിൽ ക്രൈംബ്രാഞ്ച് ശേഖരിച്ച തെളിവുകൾ വിജയകുമാറിനും ശങ്കർദാസിനുമെല്ലാം എതിരുമാണ്. വൻ തോക്കുകൾ പുറത്തു നിൽക്കുമ്പോൾ സാധാരണക്കാരായ ജീവനക്കാരെ മാത്രം പ്രതികളാക്കുന്ന രീതി കോടതി തടഞ്ഞത് അന്വേഷണത്തിൽ നിർണായകമാവുകയും ചെയ്തു. ഈ കേസിൽ ഭരണകക്ഷികൾക്കുള്ളിൽ ചേരിപ്പോരും മറനീക്കി ഇപ്പോഴത്തെ പുറത്തു വരുന്നുമുണ്ട്. പത്മകുമാറിനെ മാത്രം ബലിയാടാക്കി മറ്റുള്ളവരെ സംരക്ഷിക്കാനുള്ള നീക്കത്തിനെതിരെ
പത്മകുമാർ പക്ഷം പാർട്ടിക്കുള്ളിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. ഇതാണ് ഒടുവിൽ മറ്റ് ബോധങ്ങളുടെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ശബരിമലയിലെ വിഗ്രഹങ്ങളും ആഭരണങ്ങളും അതീവ സുരക്ഷയോടെ സൂക്ഷിക്കേണ്ടവ കൂടിയാണ്. അവ കടത്താൻ ബോധങ്ങളുടെ സഹായമില്ലാതെ സാധിക്കില്ല എന്ന് അന്വേഷണ സംഘം ഉറച്ച് വിശ്വസിക്കുന്നുമുണ്ട്. പ്രവാസി വ്യവസായിയുടെ വെളിപ്പെടുത്തൽ കൂടി വന്നതോടെ കേസിന്റെ ഗൗരവം കൂടുതൽ ഇരട്ടിയാവുകയും ഗൗരവം വലിയ തരത്തിൽ വർദ്ധിക്കുകയും ചെയ്തു. വിഷയങ്ങൾ ഇത്തരത്തിലേക്ക് പോകുമ്പോൾ വിഗ്രഹങ്ങൾ വിദേശത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അത് രാജ്യാന്തര തലത്തിലുള്ള കള്ളക്കടത്ത് സംഘങ്ങളുടെ പങ്കാളിത്തം ശരിവെക്കുന്നത് കൂടിയാണ്. ഇത് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിന് കൂടുതൽ കരുത്തും പകരുന്നു. വരും ദിവസങ്ങളിൽ KP ശങ്കർദാസിന്റെ അറസ്റ്റ് കൂടി നടക്കുന്നതോടെ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന കണ്ണികളെല്ലാം നിയമത്തിന് മുന്നിലേക്ക് എത്തുകയും ചെയ്യും. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി നൽകിയ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ട് വിശ്വാസികളെ കൂടെ നിർത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ CPM എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. എന്നാൽ അത് വലിയ തരത്തിൽ പാളിപ്പോകുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. ആചാരങ്ങൾക്കും വിശ്വാസികൾക്കും എതിരല്ല പാർട്ടി എന്ന് വരുത്തി തീർക്കാൻ അഴിമതിക്കാർക്കെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി വേണമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം അംഗങ്ങളുടെ എല്ലാം അഭിപ്രായം. CBI അന്വേഷണം വന്നാൽ അത് സർക്കാരിന്റെ വീഴ്ചയായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ CBIക്ക് കേസ് വിട്ടുകൊടുക്കാതെ അങ്ങനെ തന്നെ പ്രതികളെ പിടികൂടി മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ അന്വേഷണം എത്രത്തോളം സത്യസന്ധമായി മുന്നോട്ട് പോകുമെന്നും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ വൻ തോക്കുകളിലേക്ക് അന്വേഷണം എത്തുമോ എന്നും കാത്തിരുന്ന് കാണേണ്ട സാഹചര്യം കൂടിയാണ്. ശബരിമലയുടെ പവിത്രത കാത്തുസൂക്ഷിക്കേണ്ടവർ തന്നെ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ളത് ഭക്തസമൂഹത്തിൽ വലിയ അമർഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി കേസിലെ തെളിവുകൾ അട്ടിമറിക്കപ്പെടാതിരിക്കാൻ കോടതിയുടെ കർശന നിരീക്ഷണം തുടരുമെന്നാണ് വിശ്വാസികളും പ്രതീക്ഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ KP ശങ്കർദാസിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിർണായക നീക്കങ്ങൾ കേരളത്തിൽ വലിയ കൊടുങ്കാറ്റുകൾക്ക് വഴിവെക്കുകയും ചെയ്യും. സമാന്തരമായി നടക്കുന്ന അന്വേഷണങ്ങളിൽ കൂടുതൽ പ്രവാസി ബന്ധങ്ങളും വിദേശ ഇടപാടുകളും പുറത്തു വരുന്നതോടെ ദേവസ്വം ഭരണ രംഗത്തെ അഴിമതിയുടെ ആഴം ലോകത്തിന് മുന്നിൽ വെളിപ്പെടുക കൂടിയാണ്. വിജയകുമാറിന്റെ അറസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖർ ഈ കേസുമായി ബന്ധപ്പെട്ട് നിയമക്കുരുക്കിലാവുകയും അഴിക്കുള്ളിലാവുകയും ചെയ്യും. പ്രവാസി വ്യവസായിയുടെ മൊഴിയും D മണിയുടെ ചോദ്യം ചെയ്യലും കേസിലെ അദൃശ്യമായ മറ്റു കണ്ണികളിലേക്കും വെളിച്ചം വീശുകയും ചെയ്യും. ശബരിമലയുടെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ അത് ലംഘിക്കുമ്പോൾ ഉണ്ടാകുന്ന ധാർമ്മികമായ തകർച്ചയും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. വരും ദിവസങ്ങളിൽ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഈ കേസിലെ നിർണായകമായ പല വെളിപ്പെടുത്തലുകളായിരിക്കും. അഴിമതിയുടെ പടുകുഴിയിൽ വീണ ഭരണ സംവിധാനങ്ങൾക്കൊരു പാഠമായി ഈ കേസ് മാറുമോ എന്നാണ് ജനങ്ങളെല്ലാം ഉറ്റുനോക്കുന്നത്. പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരും അതിന് കൂട്ടുനിൽക്കുന്നവരും ജനവിചാരണ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്വേഷണം സത്യസന്ധമായി പൂർത്തിയാക്കി മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് സർക്കാരിന്റെ ബാധ്യതയായി മാറിയിരിക്കുക കൂടിയാണ്. CBIയുടെ നിഴൽ പതിയുന്നതിന് മുമ്പ് സംസ്ഥാന ഏജൻസികൾക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നതും നിർണായകം കൂടിയാണ്. ഈ സ്വർണ്ണക്കൊള്ള കേസ് കേവലം പണത്തിന് വേണ്ടിയുള്ളത് മാത്രമല്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തെയും സംസ്കാരത്തെയും തകർക്കാനുള്ള ശ്രമം കൂടിയായിരുന്നു. അതിനെതിരെയുള്ള നിയമ പോരാട്ടം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നീതി നടപ്പാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.